ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ യുദ്ധഭീതിയിലാണ് പശ്ചിമേഷ്യ. ഗുരുതരമായ സാഹചര്യത്തിലേക്ക് പോകാതിരിക്കാൻ ലോകരാഷ്ട്രങ്ങൾ ഇടപെടൽ നടത്തുമ്പോൾ എരുതിയിൽ എണ്ണയൊഴിച്ചിരിക്കുകയാണ് അമേരിക്ക. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കുമെന്നാണ് അമേരിക്കയുടെ പ്രഖ്യാപനം. ഇതിനായി അമേരിക്കയുടെ പടക്കുതിരി എന്ന് വിശേഷിപ്പിക്കുന്ന ചാബ് മിസൈൽ വിന്യസിച്ചതാണ് ഇപ്പോൾ ആശങ്ക വർദ്ധിപ്പിച്ചിരിക്കുന്നത്. 2012 പരീക്ഷണ വിജയം നടത്തിയ ഈ മിസൈൽ അമേരിക്ക ഒരു രാജ്യത്തിനെതിരെയും പ്രയോഗിച്ചിട്ടില്ല. മറ്റ് നാശനഷ്ടങ്ങൾ വരുത്താതെ ആണവ നിലയങ്ങളെ മാത്രം ലക്ഷ്യമിടാൻ പ്രാപ്തിയുള്ളതാണ് അമേരിക്കയുടെ ചാബ് മിസൈൽ. വൈദ്യുതിയുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന മിസൈലിന് പ്രഹരശേഷി ഏറെയാണ്. ഇറാൻ അതിർത്തി മേഖലയിൽ ഇവ വിന്യസിച്ചിരിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് ധാരണയില്ലാത്തതിനാൽ ഇറാന് മിസൈലിനെ പ്രതിരോധിക്കാനും സാധിക്കില്ല. ഇനിയൊരു ലോകമഹായുധമുണ്ടായാൽ സർവനാശമായിരിക്കും ഫലം. ഇറാന് ഇസ്രായേലും ലോകവും ഇത്രയധികം ഭയക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കുന്നവർ ഏറെയുണ്ട്. മറ്റേത് രാജ്യത്തേക്കാൾ ശരിക്കും ഭയക്കേണ്ടത് ഇറാനെയാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കാരണം ലോകത്തെ ശക്തമായ ആണവ രാജ്യങ്ങളിലൊന്നാണ് ഇറാൻ. പേടി നിഘണ്ടുവിലേ ഇല്ലാത്ത രാജ്യം, എന്തും ചെയ്യാനും മടിയില്ല. അതുകൊണ്ടാണ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കുക എന്ന ലക്ഷ്യവുമായി അമേരിക്ക ഇറങ്ങിയിരിക്കുന്നത്. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ അമേരിക്കയ്ക്കും ഇസ്രായേലിനും പിന്തുണയുമായി എത്തിയതോടെ ഭീതിയിലാണ് ലോകം. രാജ്യത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള തന്ത്രപ്രധാന നഗരമാണ് ഇസ്ഫഹാൻ. സയാൻഡെ നദിയുടെ വടക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന 20 ലക്ഷം ജനസംഖ്യയുള്ള ഈ നഗരത്തിലാണ് ഇറാന്റെ പ്രധാന ആണവ കേന്ദ്രങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത്. പ്രാചീന കാലം മുതൽ ഈ നഗരത്തിന്റെ സമ്പത്തും മഹത്വവും കേൾവി കേട്ടതാണെങ്കിലും ഇപ്പോൾ അറിയപ്പെടുന്നത് ഇറാന്റെ ആണവ കേന്ദ്രമെന്ന നിലയിൽ മാത്രമാണ്. ഇവിടെയുള്ള ഭൂഗർഭ കേന്ദ്രത്തിലാണ് ആണവ ഇന്ധന സമ്പുഷ്ടീകരണ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. ചൈന നൽകിയ 3 ഗവേഷണ റിയാക്ടറുകൾ പ്രവർത്തിക്കുന്നത് ഇവിടെയാണ്. 4ാമത്തെ ആണവ റിയാക്ടർ ഇവിടെ നിർമ്മിക്കുകയാണെന്ന് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇറാൻ വ്യക്തമാക്കിയിരുന്നു. ഇവിടെ ലക്ഷ്യമിട്ടാണ് അമേരിക്ക ചാബ് മിസൈലുകൾ തൊടുക്കുകയെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഏതെങ്കിലും തകർന്നിരുന്നെങ്കിൽ മറ്റൊരു ചെർണോബ് ആവർത്തിച്ചേനെ. 10,000 മരിച്ചു വീഴുകയും ലക്ഷക്കണക്കിന് പേർ കൊടിയ ദുരിതങ്ങളിൽ പെടുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ആക്രമണത്തിൽ ആണവ കേന്ദ്രങ്ങൾക്കൊന്നും കേടുപാട് ഉണ്ടായിട്ടില്ലെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. ഇക്കാര്യം UN ആണവ നിരീക്ഷണ ഏജൻസിയായ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തിനും തയ്യാറെടുത്ത് ഇറാന് രംഗത്തുണ്ട്. ഇറാന്റെ കയ്യിലുള്ള ആയുധങ്ങൾ എന്തൊക്കെയാണെന്ന് പൂർണ്ണമായി വ്യക്തമല്ലെങ്കിലും അതിമാരകമായ നിരവധി മിസൈലുകളും ബോംബുകളും ഇവരുടെ പക്കലുണ്ടെന്നാണ് റിപ്പോർട്ട്. ഖിയാം-1 അടക്കമുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ ഇക്കൂട്ടത്തിൽപ്പെടും. ഇതിൻ്റെ വിക്ഷേപണ വീഡിയോ പുറത്തുവിട്ടതിനൊപ്പം ഭൂഗർഭ അറയിൽ സൂക്ഷിച്ചിരിക്കുന്ന മിസൈലുകളുടെ വൻ ശേഖരത്തിൻ്റെ ദൃശ്യങ്ങളും പുറത്തുവിട്ടിരുന്നു. ഇത് കണ്ട് അമേരിക്ക പോലും ഞെട്ടിയിട്ടുണ്ട്.